രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കേണ്ട സമയമായി. ഇനി അതിനെ അധികം അമാന്തിക്കരുത്. കാരണം ഇനിയും അത് അമാന്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് അതൊരു ബാഡ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അദ്ദേഹം ഓൾറെഡി വ്യക്തമാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ ഈ പാർട്ടി നീക്കം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മരണം വരെ കോൺഗ്രസ്സുകാരനായി തന്നെയായിരിക്കും എന്നാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാവരും തന്നെ, അതായത് ഒരു ജില്ല എന്നല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാവരും തന്നെ, അതായത് ഒരു ചെറുപ്പക്കാരന്മാരും മുതിർന്നവരും സ്ത്രീകളും പുരുഷന്മാരും പ്രായമായ ആൾക്കാരും വയോധികന്മാരും അങ്ങനെ എല്ലാ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനോടും ഈ ഷാഫി പറമ്പിനോടൊക്കെ ഒരു പ്രത്യേക തരം വിശ്വാസം ഉണ്ട്. അതൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കുറഞ്ഞ കാലയളവിൽ അദ്ദേഹം സമ്പാദിച്ചെടുത്ത് തന്നെയാണ്. അതായത് ഇവർ നമുക്ക് വേണ്ടി നിൽക്കും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു വിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ തന്നെയുണ്ട്. ജനങ്ങളാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാരണം വിശ്വസിക്കുന്നത് പോലും, അതായത് ഈ കോൺഗ്രസ് പാർട്ടി തന്നെ ചിലർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയെ ഭയക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ എടുത്ത് മാറ്റിയിരിക്കുന്നത് എന്നതിനാലാണ് എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താൽ തന്നെ അതിനകത്ത് ഒരുപാട് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ആ പാർട്ടി CPM പാർട്ടിയിൽ ഇപ്പോഴും അംഗത്വം ഇന്ന പദവിയിലൊക്കെ ഇരുന്ന് പോകുന്നവരുണ്ട്. അവരെയൊക്കെ അതിനകത്ത് ആ പാർട്ടിക്കാർ സംരക്ഷിക്കുകയും, അതായത് കോൺഗ്രസിലോട്ട് വരുമ്പോഴത്തേനും ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ, അതായത് ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ഇങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി തന്നെ ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയെ ഭയക്കുന്നത് എന്നുള്ള കാര്യവും പോലും നമ്മുടെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായ കാര്യം തന്നെയാണ്. അതായത് എനിക്കറിയാവുന്ന കുറച്ച് സോഴ്സിലൂടെ ഞാൻ കുറച്ച് അഡ്വക്കേറ്റ്സിൻ്റെ അടുത്തും കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ കേസുകൾ ഭയങ്കര വീക്കായിട്ടുള്ള കേസാണെന്നാണ്. ഇതിന് കോടതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ 3 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ശിക്ഷാവിധി വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന വ്യക്തി അടൂർക്കാരനായിട്ട് പോലും പാലക്കാട് പോയി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും ഭൂരിപക്ഷത്തോടെ, അതായത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലെ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണെന്ന് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ പ്രശ്നമായിട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് കോൺഗ്രസ്സുകാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിലും അതുപോലെ തന്നെ സാധാരണക്കാരായ സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത ജനങ്ങളാണെങ്കിലും അദ്ദേഹത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഉപദ്രവിച്ചത് ആരാണോ അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രവണത വളരെ നന്നായിട്ട് കുറയും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാർക്ക് വോട്ട് കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി പട്ടം ആഗ്രഹിച്ചിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ അതൊരു വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറുകയേ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, CPM പാർട്ടിയിലും ഇതുപോലെ കേസിന് ആരോപണ വിധേയമായ ആൾക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് യാതൊരുവിധ വിലക്കുകളും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പ്രവർത്തകനെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് അത് അങ്ങനെ ദഹിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിൽ കോൺഗ്രസിനും കൈയുണ്ടെന്നുള്ള രീതിയിലായിരിക്കും ജനങ്ങളെ വിശ്വസിക്കാൻ പോകുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളിച്ചവർക്കൊക്കെ, അതായത് കോൺഗ്രസ് പാർട്ടിയിലും അങ്ങനെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങൾ അറിയുമ്പോഴത്തേക്കും അത് നല്ല പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ. അങ്ങനെ കളിച്ചവർ ആരൊക്കെയാണോ അവർക്കൊക്കെ വോട്ട് കുറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ജനസംസാരം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനായിട്ടുള്ള അങ്ങനെയല്ല സംഭവിക്കുന്നെങ്കിൽ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങളൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വരയായി പോകും.